Hello everyone, welcome to I+. എല്ലാ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആസ്പിറൻസിനും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഇന്ന് ജൂലൈ 18, നെൽസൺ മണ്ടേല ഡേ അല്ലെങ്കിൽ നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ. ഈ ദിവസമാണ് നമ്മളത് ആചരിക്കാറുള്ളത്. ഈ ദിവസം നമ്മൾ എന്തിനു വേണ്ടിയാണ്? വൈ ഇസ് ദിസ് ഡേ? ടു ഓണർ നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല അറിയാലോ, റവല്യൂഷണറി ആയിരുന്നു, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, ഫോമർ പ്രസിഡന്റ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിലെ. അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി എന്തായാലും നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി വൊക്കാബുലറിയും ഗ്രാമറും എല്ലാം പഠിക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ പഠിക്കാൻ സാധിക്കും. കുറേ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഇഡിയംസും അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യം അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് പഠിക്കാൻ സാധിക്കും. അതുമായി കണക്ട് ചെയ്ത് നമുക്ക് വൊക്കാബുലറി പഠിച്ചാലും നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെടുത്തി അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോട് ആദര സൂചകമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, നെൽസൺ മണ്ടേല ഡേ സ്പെഷ്യൽ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ചില വാക്കുകളുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. ആ വാക്കിന്റെ അർത്ഥം പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സെന്റൻസ് നോക്കാം. 10 പവർഫുൾ വേർഡ്സ് ഇൻസ്പയർഡ് ബൈ നെൽസൺ മണ്ടേല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ജീവിത യാത്രയിൽ നിന്ന് അദ്ദേഹം കാണിച്ചിട്ടുള്ള ചില ക്വാളിറ്റീസ്, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ചില വാക്കുകൾ നമുക്ക് എടുക്കാം. ആദ്യത്തെ വാക്ക് റെസിലിയൻസ്. അതെങ്ങനെ പ്രൊണൗൺസിയേഷൻ അത് ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് റിസിലിയൻസ്. റിസിലിയൻസ് എന്നാണ് പ്രൊണൗൺസിയേഷൻ. എന്താണ് മീനിങ്? ദ എബിലിറ്റി ടു റിക്കവർ ഫ്രം ഡിഫിക്കൽട്ടീസ്. അതായത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവാണ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ. റെസിലിയൻസ് മീൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ പ്രതിസന്ധികളോ വന്നു കഴിഞ്ഞാൽ അത് അതിജീവിക്കാനുള്ള കഴിവ്, ആ ഡിഫിക്കൽട്ടീസിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള കഴിവാണ് റെസിലിയൻസ്. എക്സാമ്പിൾ നോക്കിയേ. നെൽസൺ മണ്ടേലാസ് റെസിലിയൻസ് ഇൻസ്പയർഡ് മില്യൺസ് ആഫ്റ്റർ ഹി സ്പെൻഡ് 27 years ഇൻ പ്രിസൺ. 27 വർഷങ്ങൾ അദ്ദേഹം തടവറയിലായിരുന്നു അല്ലേ? നെൽസൺ മണ്ടേലാസ് റെസിലിയൻസ്. 27 വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അല്ല. അത് അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പറയുന്ന വിൽ പവറും കമ്മിറ്റ്മെന്റും ഒക്കെ വേണം. അദ്ദേഹത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഈ കഴിവ് ഇറ്റ് ഇൻസ്പയർഡ് മില്യൺസ്, കോടിക്കണക്കിന് ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇത് സ്വാധീനിച്ചു. ആഫ്റ്റർ ഹി സ്പെൻഡ്സ് 27 years ഇൻ പ്രിസൺ. 27 വർഷം ജയിലിൽ കിടന്ന് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആ കഴിവ് ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്വാധീനിച്ചു. പ്രധാനപ്പെട്ട ടിപ്പ് നോക്കുക. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ യു ബെൻഡ്, നമ്മളെ വളയ്ക്കും, പക്ഷേ യു ഡോണ്ട് ബ്രേക്ക്, നമ്മൾ ഒടിയില്ല. വളഞ്ഞാലും ഒടിയാതെ നിൽക്കാനുള്ള നമ്മുടെ കഴിവാണ് റെസിലിയൻസ്. അടുത്ത വാക്കിലേക്ക് നമുക്ക് കടക്കാം. പെർസിവിയറൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പെർസിവിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനം. കണ്ടിന്യൂയിങ് ടു വർക്ക് ഡെസ്പൈറ്റ് ഡിഫിക്കൽട്ടീസ്. ഒരുപാട് പ്രതിസന്ധികൾ വന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നാലും തുടർന്ന് കഠിനാധ്വാനം ചെയ്യാനുള്ള നമ്മുടെ ഒരു ആ ഒരു പരിശ്രമം, അതെ, അപചഞ്ചലമായ പരിശ്രമം അഥവാ വിട്ടുവീഴ്ചയില്ലാത്ത ശ്രമം. അതായത് നമ്മൾ കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നു, കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കഠിനമായി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു, തുടർന്നുകൊണ്ട്, അതായത് അവസാനിക്കുന്നില്ല. എക്സാമ്പിൾ നോക്കിക്കോളൂ. നെൽസൺ മണ്ടേലാസ് പെർസിവിയറൻസ്. നെൽസൺ മണ്ടേലയുടെ തുടർച്ചയായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ശ്രമങ്ങൾ ഇവൻച്വലി ചേഞ്ച് ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയത് നെൽസൺ മണ്ടേലയുടെ പെർസിവിയറൻസ് ആണ്. പെർസിവിയറൻസ് മീൻസ് നെവർ ഗിവിംഗ് അപ്പ്, വിട്ടുകൊടുക്കില്ല, വിട്ടുവീഴ്ചയില്ലാത്ത ആ കഠിനാധ്വാനവും പരിശ്രമവും, അതാണ് പെർസിവിയറൻസ്. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ഇക്വാളിറ്റി. ഇതെല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം. ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവരി വൺ. എല്ലാവർക്കും തുല്യ അവകാശം, തുല്യമായ അവസരങ്ങൾ, അതാണ് ഇക്വാളിറ്റി, സമത്വം. നെൽസൺ മണ്ടേല ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ്. നെൽസൺ മണ്ടേല തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് പോലും ടു അച്ചീവിങ് ഇക്വാളിറ്റി ഫോർ ഓൾ സൗത്ത് ആഫ്രിക്കൻസ്. എല്ലാ സൗത്ത് ആഫ്രിക്കൻസിനും സമത്വം കൈവരിക്കണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് പോലും. ഇക്വാളിറ്റി മീൻസ് എവരി വൺ ഗെറ്റ്സ് ദ സെയിം റൈറ്റ്സ്. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും തുല്യമായിട്ട് അവകാശങ്ങൾ വന്നു ചേരുന്നു, അതാണ് ഇക്വാളിറ്റി. അതൊരു സിമ്പിൾ വേർഡ് ആണ്. അടുത്തത് ജസ്റ്റിസ്. നൗണിന്റെ ഉപയോഗം. ഓക്കെ, ജസ്റ്റിസ് മീൻസ് ഫെയർ ട്രീറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ലോ, അതായത് നീതി. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി. നെൽസൺ മണ്ടേല ഫോട്ട് ഫോർ ജസ്റ്റിസ് നോട്ട് റിവെഞ്ച്. നെൽസൺ മണ്ടേല പോരാടിയത് നീതിക്ക് വേണ്ടിയാണ്, പ്രതികാരത്തിന് വേണ്ടിയല്ല. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി, ഫെയർനെസ്. ഒരു അസോസിയേറ്റഡ് സിനോണിമായിട്ട് എടുക്കാം. ജസ്റ്റിസ്, ഫെയർനെസ്.
അടുത്തത് റീകൺസിലിയേഷൻ. നല്ല വാക്കാണ്, അത് പഠിച്ചു വെക്കാൻ പറ്റുന്ന വാക്കാണ് റീകൺസിലിയേഷൻ. റീസ്റ്റോറിംഗ് പീസ് ആഫ്റ്റർ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വഴക്കോ പ്രശ്നമോ എന്തെങ്കിലും, എന്താ പറയുക, ചെറിയ കശപിശ എന്തെങ്കിലും, ഓക്കെ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും. അതിനുശേഷം രണ്ടുപേര് തമ്മിൽ, അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ പ്രശ്നം, യുദ്ധം ചെയ്യുന്നു, കോൺഫ്ലിക്റ്റിലാണ്, ബോർഡർ അല്ലെങ്കിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കം. ആ തർക്കത്തിനൊടുവിൽ അവർ ഈ പറയുന്ന പോലെ ഐക്യപ്പെടുന്നു, ഒത്തുചേരുന്നു, പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നു. അതാണ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. അതായത് അനുരഞ്ജനം അല്ലെങ്കിൽ ഐക്യം പുനഃസ്ഥാപിക്കൽ, അതാണ് റീകൺസിലിയേഷൻ. റീ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനഃസ്ഥാപിക്കുകയാണ്. റീസ്റ്റോറിംഗ് പീസ് ആഫ്റ്റർ കോൺഫ്ലിക്റ്റ്. സെന്റൻസ് നോക്കിയേ. ആഫ്റ്റർ ബിക്കമിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം നെൽസൺ മണ്ടേല പ്രൊമോട്ടഡ് റീകൺസിലിയേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഹേറ്റ്രഡ്. സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നെൽസൺ മണ്ടേല എന്താണ് പ്രൊമോട്ട് ചെയ്തത്? കുടിപ്പകയല്ല, മറിച്ച് റീകൺസിലിയേഷൻ ആണ്. എല്ലാവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഐക്യപ്പെടുന്നു. ഇപ്പൊ രണ്ട് കൂട്ടുകാർ, ഞാനും ഇപ്പൊ എൻ്റെ സുഹൃത്തും തമ്മിൽ കുറെ കാലമായിട്ട് മിണ്ടുന്നില്ല, ഞങ്ങൾ തമ്മിൽ ഒരു അടിയുണ്ടായി, അതിനുശേഷം ഞങ്ങൾ മിണ്ടുന്നില്ല. എൻ്റെ ശ്രമം എന്തായിരിക്കും പിന്നീട്? ടു റീകൺസൈൽ. അതായത് ഇനി പണ്ടത്തെ ആ ഒരു സൗഹൃദം പുനഃസ്ഥാപിക്കാനുള്ള എൻ്റെ ശ്രമം, അതാണ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഫേവററ്റ് ആയ UPSC PSC വേർഡാണ്. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. UPSC പരീക്ഷകൾക്ക് പോലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി, ഇവിടെ നമ്മൾ ഇന്റഗ്രിറ്റി എന്ന നൗണിന്റെ അർത്ഥം ഇതാണ്: ഓണസ്റ്റി ആൻഡ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ്. അതായത് സത്യസന്ധത, ധാർമ്മികത എന്നൊരു അർത്ഥമുണ്ട്. ഇന്റഗ്രിറ്റിക്ക് അഖണ്ഡത എന്നും അർത്ഥമുണ്ട്. ദ സ്റ്റേറ്റ് ഓഫ് ബീങ് യുണൈറ്റഡ്, ഒന്നിച്ച് നിൽക്കുക എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ഈ കോണ്ടെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് സത്യസന്ധത അല്ലെങ്കിൽ ധാർമ്മികത എന്നാണ് ഇന്റഗ്രിറ്റിയുടെ അർത്ഥം. നെൽസൺ മണ്ടേലാസ് ഇന്റഗ്രിറ്റി, നെൽസൺ മണ്ടേലയുടെ ധാർമ്മികതയും സത്യസന്ധതയും ഏൺ ദ റെസ്പെക്ട് ഓഫ് ദ എൻറ്റയർ വേൾഡ്. ലോകമെമ്പാടുമുള്ള വ്യക്തികളുടെ, മനുഷ്യരുടെ ആദരവ് പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്: ഡൂയിങ് ദ റൈറ്റ് തിങ് ഈവൻ വെൻ നോബഡി ഈസ് വാച്ചിങ്. നമ്മളെല്ലാവരും ആൾക്കാർ നോക്കുമ്പോൾ കഴിയുന്നതും കറക്റ്റ് ആയിട്ട് സത്യസന്ധമായി പെരുമാറാൻ ശ്രമിക്കും. ആരും ഇല്ലാതപ്പോൾ ഒളിച്ചേരുന്നാലും കുറച്ച് കള്ളത്തരങ്ങൾ ചെയ്യും. പക്ഷേ ആരും നമ്മളെ വാച്ച് ചെയ്യുന്നില്ല. ആ ഒരു സമയത്ത് പോലും, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പോലും സത്യസന്ധമായി പ്രവർത്തിക്കാനുള്ള നമ്മുടെ ഒരു കഴിവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വാളിറ്റിയാണ് ഇന്റഗ്രിറ്റി എന്ന് പറയും. സോ ഇന്റഗ്രിറ്റിക്ക് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് യുണൈറ്റഡ്, അഖണ്ഡത എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ഓക്കെ, അടുത്തത് കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകമ്പയാണ്. നമ്മൾ മറ്റൊരാളോട് കാണിക്കുന്ന കൈൻഡ്നെസ് ഒക്കെയാണ്. സിമ്പതി വിത്ത് എ ഡിസയർ ടു ഹെൽപ്പ് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം. നമുക്കിപ്പോൾ പറയുന്ന പോലെ ഒരാളെ കണ്ടപ്പോൾ, അയാളുടെ ജീവിത അവസ്ഥ കണ്ടപ്പോൾ അയാളോട് വിഷമം തോന്നുന്നു, അയാളുടെ അവസ്ഥയിൽ വിഷമം തോന്നുന്നു, അയാളെ സഹായിക്കണമെന്ന് തോന്നുന്നു, അയാളോട് സിമ്പതി തോന്നുന്നു. ഇതാണ് കമ്പാഷൻ, അനുകമ്പ. നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ട ക്വാളിറ്റിയിൽ ഒന്നാണ് കരുണ അഥവാ അനുകമ്പ. നെൽസൺ മണ്ടേല ഷോഡ് കമ്പാഷൻ ഈവൻ ടുവേർഡ്സ് ഹിസ് ഫോർമർ ഒപ്പോണൻസ്. തന്റെ മുൻകാല എതിരാളികളോട് പോലും നെൽസൺ മണ്ടേല അനുകമ്പ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൈൻഡ്നസ് അത് തന്നെയാണ് അനുകമ്പ. അടുത്തത് ഒപ്രഷൻ. ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂവൽ ഓർ അൺഫെയർ ട്രീറ്റ്മെന്റ് ഓഫ് പീപ്പിൾ. ചുരുക്കി പറഞ്ഞാൽ അടിച്ചമർത്തൽ. ക്രൂരമായി ഒരു ജനതയെ അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്നു, അവരോട് മോശമായി പെരുമാറുന്നു, അവരെ വിഭജിച്ച് ആ രീതിയിലൊക്കെയുള്ള പെരുമാറ്റം, അതാണ് ഒപ്രഷൻ എന്ന് പറയുന്നത്. അടിച്ചമർത്തൽ അഥവാ പീഡനം, അതാണ് ഒപ്രഷൻ. പീഡനം അഥവാ അടിച്ചമർത്തൽ. നെൽസൺ മണ്ടേല സ്പെൻഡ് ഹിസ് ലൈഫ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് റേഷ്യൽ ഒപ്രഷൻ. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ഒരു ജീവചരിത്രമുള്ള വ്യക്തിയാണ് നെൽസൺ മണ്ടേല. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം സ്പെൻഡ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? വർണ്ണവിവേചനത്തിനെതിരെ പോരാടിക്കൊണ്ടാണ്. ഓക്കെ, ഫ്രീഡത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഒപ്രഷൻ. അടിച്ചമർത്തൽ, സ്വാതന്ത്ര്യം, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. 9ാമത്തെ വാക്ക് ലിബറേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഓർക്കണ വാക്കുകളിലൊന്നാണ് ഈ ലിബർട്ടി, ഫ്രീഡം. അതൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ അവസാനത്തെ സെഷനിൽ പറയുന്നുണ്ട്. ലിബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോചനം. ഓക്കെ, അല്ലെങ്കിൽ വിമോചനം. വിമോചനമാണ് കുറച്ചുകൂടെ കറക്റ്റ്. ദ ആക്ട് ഓഫ് സെറ്റിംഗ് സംവൺ ഫ്രീ. വിമോചനം അഥവാ മോചനം. നെൽസൺ മണ്ടേല ബിക്കെയിം എ ഗ്ലോബൽ സിംബൽ ഓഫ് ലിബറേഷൻ. വിമോചനത്തിന്റെ ഒരു അന്തർദേശീയ ഐക്കണായി മാറിയിട്ടുണ്ട് നെൽസൺ മണ്ടേല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, വിമോചനം അഥവാ മോചനമാണ് ലിബറേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഒരാളെ കാലങ്ങളായിട്ട് നമ്മൾ ജയിലിൽ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അന്യായമായിട്ട് അയാളെ ജയിലിൽ ഇട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഞാൻ ഇടപെട്ട് അയാളെ മോചിപ്പിക്കുന്നു. എന്താണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഐ എം ലിബറേറ്റിംഗ് ഹിം. അവനെ മോചിപ്പിക്കുകയാണ്. ഓക്കെ, ലിബറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആഫ്റ്റർ സഫറിങ്. ഒരുപാട് പീഡനങ്ങൾക്കും
ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം കിട്ടുന്ന ആ ഒരു മോചന സ്വാതന്ത്ര്യമാണ് ലിബറേഷൻ എന്ന് പറയുന്നത്. 10ാമത്തെ വാക്ക് എന്ന് നോക്കാം, ലെഗസി. ലെഗസി വളരെ ഫേമസ് ആയ ഒരു വാക്കാണ്. സംതിങ് വാല്യുബിൾ ലെഫ്റ്റ് ബിഹൈൻഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാരമ്പര്യം എന്നാണ് അർത്ഥം. അവശേഷിപ്പിച്ച മഹത്തായ സംഭാവന എന്നാണ്, അതാണ് ലെഗസി. ഓക്കെ, നെൽസൺ മണ്ടേലാസ് ലെഗസി കണ്ടിന്യൂസ് ടു ഇൻസ്പയർ ലീഡേഴ്സ് അക്രോസ് ദ വേൾഡ്. ലോകമെമ്പാടുമുള്ള നേതാക്കന്മാരെ, ലീഡേഴ്സിനെ ഇന്നും നെൽസൺ മണ്ടേലയുടെ പാരമ്പര്യം അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെഗസി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, അല്ലെ അവശേഷിപ്പിച്ചിട്ടുള്ള മഹത്തായ സംഭാവന എന്നാണ് അർത്ഥം. സംതിങ് വാല്യുബിൾ ലെഫ്റ്റ് ബിഹൈൻഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 വാക്കുകൾ നെൽസൺ മണ്ടേലയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ 10 വാക്ക് നമ്മൾ പഠിച്ചു. ഇനി ഇഡിയംസ്, നെൽസൺ മണ്ടേലയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കണ്ടുപോകുന്ന ചില ഇഡിയംസ് ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. സി, ഇപ്പോൾ ഇഡിയംസ് ഇൻസ്പയർഡ് ബൈ നെൽസൺ മണ്ടേല എന്ന വ്യക്തിയിൽ നിന്നാണ് ഇത് വന്നതെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചില വാക്കുകൾ. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞതാണ് ടു റെഫ്യൂസ് ടു ഗിവ് ഇൻ, ടു ഡിഫെൻഡ് യുവർ ബിലീവ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. യുവർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ നിലപാട്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുക. നെൽസൺ മണ്ടേല സ്റ്റുഡ് ഹിസ് ഗ്രൗണ്ട് അഗെയിൻസ്റ്റ് അപ്പാർത്തീഡ് ഡെസ്പൈറ്റ് ഇയേഴ്സ് ഓഫ് ഇംപ്രിസൺമെന്റ്. ഇവിടെ ഒരു പുതിയ വാക്ക് വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ട്, അപ്പാർത്തീഡ്. അപ്പാർത്തീഡ് എന്ന് പറഞ്ഞാൽ പണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് വർണ്ണ വിവേചനത്തിന്റെ ഒരു സിസ്റ്റമാണ്, അല്ലെ? ആൾക്കാരെ വർണ്ണത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ വേർതിരിച്ചിട്ടുള്ള സിസ്റ്റമാണ് അപ്പാർത്തീഡ്. അതിൽ വെള്ളക്കാരായ ആൾക്കാർക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജസും ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നു, മറിച്ച് കറുത്ത വർഗ്ഗക്കാർക്ക് അത് കിട്ടുന്നില്ല. അതായിരുന്നു അപ്പാർത്തീഡ്. ഇപ്പൊ നെൽസൺ മണ്ടേല സ്റ്റുഡ് ഹിസ് ഗ്രൗണ്ട് അഗെയിൻസ്റ്റ് അപ്പാർത്തീഡ്. അപ്പാർത്തീഡ് എന്ന വ്യവസ്ഥിതിക്കെതിരെ എതിരാണെന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് നെൽസൺ മണ്ടേല, ഡെസ്പൈറ്റ് ഇയേഴ്സ് ഓഫ് ഇംപ്രിസൺമെന്റ്. വർഷങ്ങളോളം ജയിലിൽ കിടന്നിട്ടും ആ നിലപാടിന് മാറ്റം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാട് എന്തിനെതിരായിരുന്നു? അപ്പാർത്തീഡിനെതിരായിരുന്നു. അപ്പൊ ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ടേൺ ദ അതർ ചീക്ക്. നമ്മൾ പറയല്ലോ, ഒരു കർണത്തടിച്ചാൽ മറുകർണം കൂടെ കാണിച്ചു കൊടുക്കണം. ഏകദേശം അത് തന്നെയാണ്. ടേൺ ദ അതർ ചീക്ക്, മറുകർണം കൂടെ കാണിച്ചു കൊടുക്കുക. ടു റെസ്പോണ്ട് ടു ഹേറ്റഡ് ഓർ വയലൻസ് വിത്ത് ഫോർഗിവ്നെസ്. വെറുപ്പിനോടോ വിദ്വേഷത്തിനോടോ വയലൻസിനോടോ നമ്മൾ ഫോർഗിവ്നെസ്, ക്ഷമിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് ടേൺ ദ അതർ ചീക്ക് എന്ന് പറഞ്ഞാൽ. മീൻസ് പ്രതികാരം ചെയ്യാതെ ക്ഷമിക്കുക. ഒരാൾ നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നു, അതിന് നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നില്ല, പ്രതികാരം ചെയ്തില്ല, മറിച്ച് അവരെ ക്ഷമിക്കുന്നു. അതാണ് ടേൺ ദ അതർ ചീക്ക്. ആഫ്റ്റർ ഹിസ് റിലീസ്, ഏറെക്കാലം ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം പുറത്തു വന്നു. ആഫ്റ്റർ ഹിസ് റിലീസ് നെൽസൺ മണ്ടേല ചോസ് ടു ടേൺ ദ അതർ ചീക്ക്. നെൽസൺ മണ്ടേല എന്താണ് തീരുമാനിച്ചത്? പ്രതികാരം ചെയ്യാനല്ല, ചോസ് ടു ടേൺ ദ അതർ ചീക്ക്. എല്ലാവരോടും ക്ഷമിക്കാൻ തീരുമാനിച്ചു. ആൻഡ് വർക്ക് ഫോർ റീകൺസിലിയേഷൻ. സൗഹൃദം പുനഃസ്ഥാപിക്കാനും ഐക്യം പുനഃസ്ഥാപിക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. സോ വർഷങ്ങളോളം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങി നെൽസൺ മണ്ടേല ചോസ് ടു ടേൺ ദ അതർ ചീക്ക്. അദ്ദേഹം എല്ലാവരോടും ക്ഷമിക്കാൻ തീരുമാനിച്ചു. അടുത്തത് റൈസ് എബവ്. റൈസ് എബവ് എന്ന് പറഞ്ഞാൽ ടു ഓവർകം ഡിഫിക്കൽട്ടീസ് ഓർ ഹേറ്റ്രഡ്. കഷ്ടപ്പാടുകളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ അതിജീവിക്കുക. അതായത് നമ്മുടെ തലയിൽ നിറയെ പ്രതിസന്ധികൾ ഇങ്ങനെ നിൽക്കുന്നു. റൈസ് എബവ് എന്ന് പറഞ്ഞതാണ് ആ പ്രതിസന്ധി. ഇപ്പൊ നമ്മുടെ തലയുടെ മുകളിലാണല്ലോ പ്രതിസന്ധി, ആ പ്രതിസന്ധിക്ക് മുകളിലേക്ക് ഉയരുന്ന അവസ്ഥ, അതാണ് റൈസ് എബവ് എന്ന് പറയുന്നത്. നെൽസൺ മണ്ടേല റോസ് എബവ് പേഴ്സണൽ സഫറിംഗ് ടു യുണൈറ്റ് ഹിസ് നേഷൻ. തന്റെ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ഹി റോസ് എബവ് പേഴ്സണൽ സഫറിംഗ്. ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് വ്യക്തിപരമുള്ള യാതനകൾ അദ്ദേഹം അനുഭവിച്ചു. എന്നാൽ ആ യാതനയ്ക്കും അപ്പുറത്തേക്ക് ഉയരാൻ അദ്ദേഹം ശ്രമിച്ചു. അതാണ് റൈസ് എബവ്. ദെൻ വി ഹാവ് വാക്ക് ദ എക്സ്ട്രാ മൈൽ. വാക്ക് ദ എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്ന് കൂടുതൽ ചെയ്യുക. ടു ഡു മോർ ദാൻ വാട്ട് ഇസ് എക്സ്പെക്റ്റഡ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചെയ്യുക. ഓക്കെ, കണ്ടോളൂ. നെൽസൺ മണ്ടേല വാക്ക് ദ എക്സ്ട്രാ മൈൽ ഫോർ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി. ഇപ്പോൾ ഒരു രാജ്യത്തെ വിമോചിപ്പിക്കണം, അവിടുത്തെ അസമത്വം അവസാനിപ്പിക്കണം. അപ്പൊ എല്ലാ മനുഷ്യരും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, എല്ലാ മനുഷ്യരും എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഒരാൾ ചെയ്യുക, ആ പ്രവൃത്തിയാണ് വാക്ക് ദ എക്സ്ട്രാ മൈൽ. ഇപ്പോൾ നമുക്കൊരു പരീക്ഷ പാസ്സാവണം. അപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയോട് പറയുന്നു, ഈ പരീക്ഷ പാസ്സാവണമെങ്കിൽ എല്ലാ ദിവസവും 5 മണിക്കൂർ ഇരുന്ന് പഠിക്കണം, ഇത്ര സമയം ഉറങ്ങുക, 5 മണിക്കൂർ പഠിക്കുക, ഇത്ര റിവൈസ് ചെയ്യണം. പക്ഷെ ആ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു? 5 എന്നുള്ളത് 8 മണിക്കൂറായിട്ട് പഠിക്കുന്നു. ഇത്ര സമയം ഉറങ്ങാൻ പറയുന്ന ആൾ അതിലും കുറച്ച് ഉറങ്ങുന്നു.
2 ബുക്ക് വായിക്കാൻ പറയുമ്പോൾ 4 ബുക്ക് വായിക്കുന്നു. അപ്പൊ പ്രതീക്ഷയിലും കൂടുതൽ ചെയ്യുന്നു. അതാണ് വാക്ക് ദ എക്സ്ട്രാ മൈൽ. അപ്പൊ പരീക്ഷ പാസ്സാവാൻ ആ കുട്ടി എന്ത് ചെയ്തു? വാക്ക് ദ എക്സ്ട്രാ മൈൽ എന്ന് പറയും. അടുത്തത് ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. ദൂരത്ത് നമ്മൾ കാണുന്ന ഒരു വെട്ടം. ഹോപ്പ് ആഫ്റ്റർ എ ഡിഫിക്കൽട്ട് പീരീഡ് എന്നാണ് അർത്ഥം. അതായത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്ന ഒരു പ്രതീക്ഷയുടെ വെളിച്ചം, വെട്ടം, കിരണം. അതാണ് ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ. പ്രതീക്ഷയുടെ കിരണം. ഫോർ മെനി സൗത്ത് ആഫ്രിക്കൻസ് നെൽസൺ മണ്ടേല ബിക്കെയിം ദ ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ. ഒരുപാട് സൗത്ത് ആഫ്രിക്കൻ ജനങ്ങൾക്ക് നെൽസൺ മണ്ടേല പ്രതീക്ഷയുടെ ഒരു കിരണമായി മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. ഫോറിൻ എക്സ്പ്രഷൻസ് ഇൻസ്പയർഡ് ബൈ നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയുമായിട്ട് നമുക്ക് ചേർത്ത് പഠിക്കാൻ പറ്റുന്ന ചില ഫോറിൻ എക്സ്പ്രഷൻസ് പഠിക്കാം. നോക്കിയേ, വോക്സ് പോപ്പുലൈ. എന്താണ് ഈ വോക്സ് പോപ്പുലൈ എന്ന് പറഞ്ഞ അർത്ഥം? ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം വോയിസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ശബ്ദം എന്നാണ് അർത്ഥം. സോ ജനങ്ങളുടെ ശബ്ദം. നെൽസൺ മണ്ടേല ബിക്കെയിം ദ വോക്സ് പോപ്പുലൈ ഓഫ് ദ ഒപ്രസ് സൗത്ത് ആഫ്രിക്കൻസ്. അടിച്ചമർത്തപ്പെട്ട സൗത്ത് ആഫ്രിക്കൻ ജനതയുടെ ശബ്ദമായിട്ട് നെൽസൺ മണ്ടേല മാറി. വോക്സ് പോപ്പുലൈ. കണ്ടല്ലോ എങ്ങനെയാണത് അർത്ഥം പിടിയിട്ട് എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് മനസ്സിലല്ലോ സെന്റൻസിൽ. അടുത്തത് സ്റ്റാറ്റസ് കോ. സ്റ്റാറ്റസ് കോ ലാറ്റിൻ ആണ്. വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വേർഡാണ്. പല പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള വേർഡാണ് സ്റ്റാറ്റസ് കോ. അതുകൊണ്ട് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാണോ കാര്യങ്ങളുടെ സ്ഥിതി അതുപോലെ നിലനിർത്തുക. നിലവിലുള്ള സ്ഥിതി, ആ നിലവിലെ സ്ഥിതി അതുപോലെ നിലനിർത്തുക. അതാണ് സ്റ്റാറ്റസ് കോ. നെൽസൺ മണ്ടേല ചലഞ്ച് ദ അൺജസ്റ്റ് സ്റ്റാറ്റസ് കോ ഓഫ് അപ്പാർത്തീഡ്. ഇപ്പൊ അപ്പാർത്തീഡ് എന്നൊരു സിസ്റ്റം ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. വർണ്ണവിവേചനത്തിന്റെ സിസ്റ്റം ആയിരുന്നു. അതായിരുന്നു ആ നിലവിലെ സ്ഥിതി. അന്നത്തെ നിലവിലെ സ്ഥിതി എന്തായിരുന്നു? അപ്പാർത്തീഡ്. അതിനെ അദ്ദേഹം വെല്ലുവിളിച്ചു. നെൽസൺ മണ്ടേല ചാലഞ്ച് ദ അൺജസ്റ്റ് സ്റ്റാറ്റസ് കോ. അസമത്വം നിറഞ്ഞ ആ നിലവിലെ സ്ഥിതിയെ ചലഞ്ച് ചെയ്ത വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ഓർത്തു വെക്കുക, സ്റ്റാറ്റസ് കോ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ വി ഹാവ് പേഴ്സണ ഗ്രാറ്റ. ലാറ്റിൻ വേർഡ് ആണ് പേഴ്സണ ഗ്രാറ്റ. പേഴ്സണ ഗ്രാറ്റ മീൻസ് എ വെൽക്കം ഓർ റെസ്പെക്റ്റഡ് പേഴ്സൺ. എപ്പോഴും മീൻസ് സ്വീകാര്യനായ അല്ലെങ്കിൽ സ്വാഗതാർഹനായ വ്യക്തി എന്നർത്ഥം. ചില വ്യക്തികളുണ്ടല്ലോ എപ്പോഴും എല്ലാവർക്കും സ്വീകാര്യനായിരിക്കും, എല്ലാവർക്കും സ്വാഗതാർഹൻ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടല്ലോ. ആഫ്റ്റർ ബിക്കമിങ് പ്രസിഡന്റ് നെൽസൺ മണ്ടേല വാസ് എ പേഴ്സണ ഗ്രാറ്റ അക്രോസ് ദ വേൾഡ്. പ്രസിഡന്റ് ആയതിനു ശേഷം നെൽസൺ മണ്ടേല എല്ലാ വ്യക്തികൾക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയായി മാറി, സ്വാഗതാർഹനായ വ്യക്തിയായിട്ട് മാറി. ചില ആൾക്കാരുണ്ടാവും, ഹെയ്റ്റേഴ്സേ ഉണ്ടാവില്ല അല്ലെ? ചില സിനിമാ നടന്മാർ, ചില ക്രിക്കറ്റ് കളിക്കുന്ന വ്യക്തികൾ, ചില ഫുട്ബോളേഴ്സ്, ചില മനുഷ്യർ, ചില രാഷ്ട്രീയക്കാർ. ചില രാഷ്ട്രീയക്കാർ, അയാൾ ഏത് പാർട്ടിയാണെങ്കിലും എല്ലാ പാർട്ടിക്കാർക്കും അയാളെ ഇഷ്ടമായിരിക്കും. ചില ക്രിക്കറ്റേഴ്സ് എല്ലാ ആൾക്കാർക്കും അയാളെ ഇഷ്ടമായിരിക്കും. ഹെയ്റ്റ് ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ രാജ്യക്കാർക്കും അത്രയും ബഹുമാനമാണ്, എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആൾക്കാർ അവരൊക്കെ വേണമെങ്കിൽ നമുക്ക് പേഴ്സണ ഗ്രാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണ ഗ്രാറ്റ സ്വാഗതാർഹനായ വ്യക്തി, എ റെസ്പെക്റ്റഡ് പേഴ്സൺ എന്നാണ് അർത്ഥം. അടുത്തത് ഡിഫാക്റ്റോ. എന്താണ് ഡിഫാക്റ്റോ? എക്സിസ്റ്റിംഗ് ഇൻ റിയാലിറ്റി. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു. ദോ നോട്ട് ഒഫീഷ്യലി. പക്ഷെ ഒഫീഷ്യലി അത് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെയില്ല. അതാണ് ഡിഫാക്റ്റോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് കോ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷകളിലും ഒരുപാട് മത്സര പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ് ഡിഫാക്റ്റോ. അതായത് യാഥാർത്ഥ്യത്തിൽ നിലവിലുള്ളത് എന്നാൽ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യപ്പെടാത്തത് എന്നാണ് അർത്ഥം ഡിഫാക്റ്റോ. അതിന്റെ ഒരു സെന്റൻസ് കൂടെ നമുക്ക് നോക്കാം. ഫോർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങളോളം, അപ്പാർത്തൈഡ് വാസ് ദ de facto സിസ്റ്റം ഇൻ സൗത്ത് ആഫ്രിക്ക ബിഫോർ മണ്ടേല ഹെൽപ്ഡ് എൻഡ് ഇറ്റ്. വർഷങ്ങളോളം അപ്പാർത്തൈഡ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിലെ ഡിഫാക്റ്റോ സിസ്റ്റം. എന്നാൽ മീൻസ് നിലവിലുള്ളത്, യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ഒഫീഷ്യലി ഇതാണ് അപ്പാർത്തൈഡ് ആണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് ആരും പറഞ്ഞിട്ടല്ല, പക്ഷെ ഇതായിരുന്നു അവിടെ നിലനിന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നിലനിന്നത്, ഒഫീഷ്യലി അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ. ബിഫോർ മണ്ടേല ഹെൽപ്ഡ് എൻഡ് ഇറ്റ്. ഇത് പിന്നീട് മണ്ടേലയുടെ ഇടപെടലിൽ അവസാനിച്ചതാണ്. അടുത്തത് വി ഹാവ് സൈൻ ക്വാനോൺ. എന്താണ് സൈൻ ക്വാനോൺ? ലാറ്റിൻ വേർഡ് ആണ്. മീൻസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ എന്നാണ് അർത്ഥം. അതിനർത്ഥം ഒഴിവാക്കാനാകാത്ത അനിവാര്യ ഘടകം എന്നാണ് അർത്ഥം. ഒഴിച്ചുകൂടാനാവാത്ത, ഇതുണ്ടെങ്കിലേ ഇതുള്ളൂ. ഒരു കാര്യം നിലനിൽക്കുന്നതിന്റെ കാരണം തന്നെ ഇതാണ് നമ്മൾ പറയുന്നത്. അതാണ് സൈൻ ക്വാനോൺ. നെൽസൺ മണ്ടേല ബിലീവ്ഡ് ദാറ്റ് ഇക്വാളിറ്റി വാസ് ദ സൈൻ ക്വാനോൺ ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഘടകം അല്ലെങ്കിൽ ഒഴിവാക്കാനാവാത്ത അംശം ഇക്വാളിറ്റി, സമത്വമാണെന്ന് വിശ്വസിച്ച ആളാണ്
നെൽസൺ മണ്ടേല. സോ സൈൻ ക്വാ നോൺ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനാവാത്ത, ഒഴിച്ചുകൂടാവാനാവാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അനിവാര്യ ഘടകം എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സെഷനിലേക്ക് പോവാം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമ്മൾ കുറെ വേർഡ്സ് പഠിച്ചു, ഫോറിൻ വേർഡ്സ് പഠിച്ചു, ഇഡിയംസ് പഠിച്ചു. ഇനി നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകാം. ഇതിൽ കൺഫ്യൂസിംഗ് ആയ ചില കാര്യങ്ങളുണ്ടാവും. വൺ ഹൂ ഫൈറ്റ്സ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് സമൂഹത്തിന് നീതി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആക്ടിവിസ്റ്റ്. നമുക്ക് ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആക്ടിവിസ്റ്റുകളുണ്ട് അല്ലേ, ഇന്റർനാഷണൽ തലത്തിൽ ഒരുപാട് ആക്ടിവിസ്റ്റുകളുണ്ട്. അതായത് സമൂഹത്തിലും സമൂഹത്തിന്റെ നന്മയ്ക്ക്, സമൂഹത്തിന്റെ നീതിക്ക്, നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നെൽസൺ മണ്ടേല വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടിവിസ്റ്റ് ഓഫ് ദ 20th century. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റുകളിൽ ഒരാളാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി ആക്ടിവിസ്റ്റ് ആയിരുന്നു, മാർട്ടിൻ ലൂതർ കിങ്, ഇവരൊക്കെ ആക്ടിവിസ്റ്റുകളായിരുന്നു. കാരണം സമൂഹത്തിന് നന്മയ്ക്കും നീതിക്കും വേണ്ടി പ്രവർത്തിച്ചവരാണ്. അടുത്തത് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. വൺ ഹു വർക്ക്സ് ഫോർ പീസ്, പീസ് മേക്കർ. അതാ സമാധാന ദൂതൻ. പേസ് മേക്കർ അല്ല കേട്ടോ, പീസ് മേക്കർ ആണ്, സമാധാന ദൂതൻ. നെൽസൺ മണ്ടേല ബിക്കെയിം എ ഗ്ലോബൽ പീസ് മേക്കർ ആഫ്റ്റർ എൻഡിങ് അപ്പാർത്തൈഡ്. അപ്പാർത്തൈഡ് അവസാനിപ്പിച്ചതിന് ശേഷം നെൽസൺ മണ്ടേല ആഗോളതലത്തിലെ ഒരു സമാധാന ദൂതനായി മാറി. മഹാത്മാഗാന്ധി ഒരു പീസ് മേക്കറാണ്, സമാധാനത്തിന് വേണ്ടിയല്ലേ അദ്ദേഹം പോരാടിയത്. വൺ ഹൂ ലവ്സ് ഹ്യൂമാനിറ്റി. അപ്പൊ ഹ്യൂമാനിറ്റി ഇഷ്ടപ്പെടുന്ന, അതായത് മനുഷ്യരോട് താല്പര്യമുള്ള, മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയും. ഓക്കെ, റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആൾട്രൂയിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? മനുഷ്യ സ്നേഹി. അപ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യ സ്നേഹി എന്ന വാക്കിന്റെ അർത്ഥം ഹ്യൂമാനിറ്റേറിയൻ എന്നാണെന്ന്. ഓക്കെ, ഇത് നൗണിന്റെ ഉപയോഗമാണ് ഞാൻ പറഞ്ഞത്. ഹ്യൂമാനിറ്റേറിയൻ നൗൺ എന്നെന്ന് എഴുതിയിടാം. ഓക്കെ, ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞതാണ് മാനുഷികമായിട്ടുള്ള കാരണത്താൽ, മാനുഷികമായെന്നാണ് ഹ്യൂമാനിറ്റേറിയൻ, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇവിടെ വ്യക്തി നൗണിലേക്ക് വരുമ്പോൾ ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹി. ഓക്കെ, വേറെ വർക്കുകൾ വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ ഫിലാന്ത്രോഫിസ്റ്റ്. ഫിലാന്ത്രോഫിസ്റ്റ് ഒരു മനുഷ്യ സ്നേഹിയാണ്, സാമൂഹിക സേവകൻ എന്നൊക്കെ അർത്ഥം വരും. പിന്നെ ആൾട്രൂയിസ്റ്റ്, ഇതൊക്കെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ്, അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ്. നെൽസൺ മണ്ടേല ഈസ് റിമെമ്പർഡ് ആസ് എ ഹ്യൂമാനിറ്റേറിയൻ ലീഡർ. മനുഷ്യ സ്നേഹിയായ ഒരു ലീഡറായിട്ട് ഇന്നും നെൽസൺ മണ്ടേലയെ നമ്മൾ ഓർക്കുന്നു. ദെൻ വൺ ഹു ബ്രിങ്സ് അബൌട്ട് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ചേഞ്ച്. വലിയ രാഷ്ട്രീയ മാറ്റം, വലിയ സാമൂഹിക മാറ്റം, വലിയ രാഷ്ട്രീയ സാമൂഹിക പരിവർത്തനം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ നമ്മൾ റിഫോർമർ എന്ന് വിളിക്കും. സോഷ്യൽ റിഫോർമർ, സാമൂഹിക പരിഷ്കർത്താവ് എന്നാണ് അർത്ഥം. നെൽസൺ മണ്ടേല വാസ് എ റിഫോർമർ ഹു ട്രാൻസ്ഫോംഡ് സൗത്ത് ആഫ്രിക്കൻ സൊസൈറ്റി. സൗത്ത് ആഫ്രിക്കൻ സമൂഹത്തെ പരിഷ്കരിച്ച ഒരു പരിഷ്കർത്താവായിരുന്നു നെൽസൺ മണ്ടേല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, ഇവരെല്ലാവരും തന്നെ സോഷ്യൽ റിഫോർമേഴ്സ് ആയിരുന്നു. വൺ ഹു സഫേഴ്സ് ഫോർ എ നോബിൾ കോസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന വാക്കുകളുണ്ടാവുന്നു. മാർട്ടിയർ. നമ്മൾ ഈ മാർട്ടിയർ എന്ന വാക്കിന് രക്തസാക്ഷി എന്നല്ലേ അർത്ഥം പറയാനുള്ളത്, അങ്ങനെ തന്നെയാണ്, സംശയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. യൂസ് കെയർഫുള്ളി. മാർട്ടിയർ ഇസ് ജനറലി നോട്ട് ഡിസ്ക്രൈബ്ഡ് ആസ്, മണ്ടേല ഇസ് നോട്ട് ജനറലി ഡിസ്ക്രൈബ്ഡ് ആസ് എ മാർട്ടിയർ ബിക്കോസ് ഹി സർവൈവ്ഡ് ആൻഡ് ലെഡ് ദ നേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, രക്തസാക്ഷി എന്നാണ് നമ്മൾ മാർട്ടിയറിനെ പറയാറുള്ളത്. അതായത് ഒരു കാര്യത്തിന് വേണ്ടി പോരാടി പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒടുവിൽ അയാൾ അതിനുവേണ്ടി ജീവൻ കൊടുക്കുന്നു, മരിക്കുകയാണെങ്കിൽ അയാളെയാണ് മാർട്ടിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് യൂസ് കെയർഫുള്ളി എന്ന് പറഞ്ഞത്. മണ്ടേലയെ പൊതുവേ നമ്മൾ മാർട്ടിയർ എന്ന് പറയാറില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിന് ബെറ്റർ എക്സാം വേർഡ് എന്ന് പറയുന്നത് ഫ്രീഡം ഫൈറ്റർ ആണ്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തെ നമ്മൾ മാർട്ടിയർ എന്ന് പറയാറില്ല. പക്ഷെ ചില കോണ്ടെക്സ്റ്റുകളിൽ ഒരു കാര്യത്തിന് വേണ്ടി സഫറിങ് അനുഭവിച്ചവരെയും നമ്മൾ മാർട്ടിയർ എന്ന് പറയാറുണ്ട്. ഓക്കെ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കുറച്ചുകൂടെ നല്ലത്. നെൽസൺ മണ്ടേല ഈസ് സെർവ്ഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഇൻ ഹിസ്റ്ററി, അങ്ങനെ പറയാം. ഓക്കെ, ഒരു നോബിൾ കോസിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരാളെ, ശരിക്കും ഒരു പോരാടുന്ന വ്യക്തിയെ മാർട്ടിയർ എന്നും ചില കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കാറുണ്ട്. മണ്ടേലയുടെ കോണ്ടെക്സ്റ്റിൽ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ് മരിച്ചുപോയ ഒരാളെയാണ് മാർട്ടിയർ എന്ന് പറയാറുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ ഒരുപാട് അത് റെഫർ ചെയ്തിരുന്നു, അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞാൻ വാർണിങ്ങോടുകൂടി പഠിപ്പിച്ചത്. ഇനി അടുത്തത് ചില വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട. ഫ്രീഡവും ലിബർട്ടിയും രണ്ടും സ്വാതന്ത്ര്യമല്ലേ? നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ഫ്രീഡത്തിന് വരെ ലിബർട്ടി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ രണ്ടും സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ട്. നോക്കാം.
ഫ്രീഡം എന്ന് പറഞ്ഞാൽ ദ പവർ ടു ആക്ട്, സ്പീക്ക് ഓർ തിങ്ക് വിത്തൗട്ട് അൺനെസസറി റെസ്ട്രിക്ഷൻസ്. ഒരു റെസ്ട്രിക്ഷനും ഇല്ല, പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഫ്രീഡം, സംശയമൊന്നുമില്ല. നെൽസൺ മണ്ടേല സ്പെൻഡ് ഹിസ് ലൈഫ് ഫൈറ്റിംഗ് ഫോർ ഫ്രീഡം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയാണ് നെൽസൺ മണ്ടേല ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചത്. ഓക്കെ, അപ്പൊ ലിബർട്ടി എന്താണ്? ലിബർട്ടി എന്ന് പറയുമ്പോഴും സ്വാതന്ത്ര്യമാണ്, പക്ഷെ അവിടെ നിയമത്തിന്റെ ഫ്രെയിംവർക്ക് വരുന്നു. ഓക്കെ, നിയമത്തിന്റെ പരിരക്ഷയുള്ള സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. ഫ്രീഡം പ്രൊട്ടക്റ്റഡ് ബൈ ലോ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് മീൻസ് നിയമപരമായ സ്വാതന്ത്ര്യമാണ് ലിബർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിയമപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. ആഫ്റ്റർ അപ്പാർത്തീഡ് എൻഡഡ്, അപ്പാർത്തീഡ് അവസാനിച്ചതിന് ശേഷം സൗത്ത് ആഫ്രിക്കൻസ് എൻജോയ്ഡ് ഗ്രേറ്റർ സിവിൽ ലിബർട്ടി. സൗത്ത് ആഫ്രിക്കൻസിന് ഒരുപാട് നിയമപരമായിട്ടുള്ള പരിരക്ഷയും സ്വാതന്ത്ര്യവും ലഭിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഫ്രീഡം എന്ന് പറഞ്ഞാൽ ജനറൽ കോൺസെപ്റ്റ്, ജനറലി സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. ലിബർട്ടി എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ഫ്രെയിംവർക്കിൽ വരുന്ന, നിയമത്തിന്റെ പരിരക്ഷയുള്ള നിയമപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അതാണ് ഫ്രീഡവും ലിബർട്ടിയും. അടുത്തത് ഇക്വാളിറ്റിയും ഇക്വിറ്റിയും. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇക്വാളിറ്റിയും ഇക്വിറ്റിയും. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വം. ഇക്വിറ്റി എന്താണ്? സമത്വം. നോക്കി, എവരി വൺ റിസീവ്സ് ദ സെയിം ട്രീറ്റ്മെന്റ്. എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ട്രീറ്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ, എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശങ്ങളും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ അതാണ് ഇക്വാളിറ്റി, സമത്വം. നെൽസൺ മണ്ടേല ബിലീവ്ഡ് ഇൻ ഇക്വാളിറ്റി ഓഫ് ഫോർ ഓൾ റേസസ്. നെൽസൺ മണ്ടേല വിശ്വസിച്ചത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം എന്നാണ്. അതാണ് ഇക്വാളിറ്റി. അപ്പൊ ഇക്വിറ്റി എന്താണ്? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഫെയർനെസ് അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽ നീഡ്സ്. വ്യക്തികൾക്കനുസരിച്ച് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കും. നീതിപൂർവമായ സമത്വമാണ്. ഇപ്പൊ റിസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇക്വിറ്റിയുടെ ഭാഗമാണ്. മനസ്സിലായത്? എല്ലാ ആൾക്കാർക്കും കൊടുക്കുകയല്ല, അത് ഈ പറഞ്ഞ ബാധിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പം കാസ്റ്റ് ബേസ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെട്ടിട്ടുള്ള അവശ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്കല്ലേ നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഫെയർനെസ് അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽ നീഡ്സ്, നീതിപൂർവമായിട്ടുള്ള സമത്വമാണ് ഇക്വിറ്റി. മറ്റേത് ഇക്വാളിറ്റി. നെൽസൺ മണ്ടേല understood that true equity sometimes requires giving extra support to disadvantaged communities. മീനിങ് തന്നെ ഈ സെന്റൻസിലുണ്ട്. അതായത് അവശ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥ ഇക്വിറ്റി. മനസ്സിലായി? എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യുന്നതല്ല പലപ്പോഴും ഇക്വിറ്റി. ചില ആൾക്കാർക്ക് എല്ലാം ഈ പറഞ്ഞ എല്ലാ ലഭ്യതയുള്ള ഈ പറഞ്ഞ മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ഉയർത്തിക്കൊണ്ട് വരാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥിക്കും ഓരോ പുസ്തകം കിട്ടുന്നു. സിമ്പിൾ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾക്ക് ഞാൻ കൊണ്ടുപോയി പുസ്തകം വിതരണം ചെയ്യുകയാണെങ്കിൽ ഇത് ഇക്വാളിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ദ പുവർ സ്റ്റുഡന്റ് ഓൾസോ റിസീവ്സ് എ സ്കൂൾ ബാഗ് ബിക്കോസ് ഹി നീഡ്സ് അഡീഷണൽ സപ്പോർട്ട്. ആ ക്ലാസ്സിലെ ഏറ്റവും ദരിദ്രനായ കുട്ടിക്ക് ആ ബുക്കിന്റെ കൂടെ ഒരു ബാഗും കൂടെ കൊടുക്കുന്നു, കാരണം അവൻ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവന് കൊടുക്കുന്ന എക്സ്ട്രാ സപ്പോർട്ട്, അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജസ്റ്റിസും റിവെഞ്ചും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി, നിയമത്തിനനുസരിച്ചുള്ള ഫെയർ ട്രീറ്റ്മെന്റ്. നെൽസൺ മണ്ടേല ഫോട്ട് ഫോർ ജസ്റ്റിസ്, നേരത്തെ പറഞ്ഞു. റിവെഞ്ച് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, പ്രതികാരം, ഹേർട്ടിങ് സമ്മൺ. ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാളെ തിരിച്ച് നമ്മൾ അയാളോട് കാണിക്കുന്ന പ്രതികാരമാണ് റിവെഞ്ച്. ഓക്കെ, ആഫ്റ്റർ ബിക്കമിങ് പ്രസിഡന്റ് മണ്ടേല റിജക്റ്റഡ് റിവെഞ്ച് ആൻഡ് പ്രൊമോട്ടഡ് റീകൺസിലിയേഷൻ. ആ സെന്റൻസ് നോക്കിയേ, മണ്ടേല റിവെഞ്ച്, പ്രതികാരം വേണ്ട, നമുക്ക് ഒത്തുതീർപ്പ് മതി, റീകൺസിലിയേഷൻ മതി എന്ന് വാശി പിടിച്ച വ്യക്തിയാണ്. ലീഡറും റൂളറും, ഇതും നമ്മൾ എപ്പോഴും ഒരുമിച്ച് ഉപയോഗിക്കാറുള്ള വാക്കുകളാണ്. ലീഡറും റൂളറും. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു ഗൈഡ്സ് ആൻഡ് ഇൻസ്പയർസ് അതേഴ്സ്. നേതാവ് അല്ലേ? ഇപ്പൊ നമ്മൾ കാണാറുണ്ടല്ലോ പാർട്ടികളിലേക്ക് നേതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? അയാൾ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന, മറ്റുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്യുന്ന, അവർക്ക് മാർഗദർശനം കൊടുക്കുന്ന, അവരെ ഇൻസ്പയർ ചെയ്യുന്ന ആളാണ് ലീഡർ. നെൽസൺ മണ്ടേല ബിക്കേം എ ലീഡർ ഹു യുണൈറ്റഡ് ഹിസ് പീപ്പിൾ. സ്വന്തം നാട്ടിലെ ജനങ്ങളെ ഒന്നിപ്പിച്ച് അവരെ യുണൈറ്റഡ് ആയിട്ട് നിർത്തിയ ഒരു ലീഡറായിരുന്നു നെൽസൺ. അപ്പൊ റൂളർ എന്താണ്? റൂളർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഗവേൺസ് ഓർ കൺട്രോൾസ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, ഭരണം കൈവെക്കുന്ന വ്യക്തി. ഇപ്പൊ ഒരു നേതാവിന് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസസറിലി അയാൾ ഭരണം ഉണ്ടാവണമെന്നില്ല. അപ്പോ റൂളർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്നാണ് അർത്ഥം. ഹിസ്റ്ററി റിമെമ്പേഴ്സ് മെനി റൂളേഴ്സ്. ഹിസ്റ്ററി റൂളേഴ്സിനെ ഓർക്കും, ബട്ട് ഓൺലി എ ഫ്യൂ ബിക്കെയിം ലീഡേഴ്സ് ലൈക്ക് നെൽസൺ മണ്ടേല. പക്ഷെ ചില ആൾക്കാർ, കുറച്ച് ആൾക്കാർ മാത്രമേ മണ്ടേലയെ പോലെ ലീഡേഴ്സ് ആയിട്ടുള്ളൂ. എല്ലാ ലീഡറും ഭരിക്കും, പക്ഷേ എല്ലാ റൂളറും ഒരു യഥാർത്ഥ ലീഡർ ആവണമെന്നില്ല. അടുത്ത പെയർ പ്രിസണറും ക്യാപ്റ്റീവും. രണ്ടിന്റെ അർത്ഥം തടവുകാരൻ എന്ന് തന്നെയല്ലേ, പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഒരു ചെറിയ മാറ്റമുണ്ട്. പ്രിസണർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ലീഗലി കെപ്റ്റ് ഇൻ പ്രിസൺ, തടവുകാരൻ.
ഓക്കെ, നെൽസൺ മണ്ടേല റിമെയിൻഡ് എ പ്രിസണർ ഫോർ 27 ഇയേഴ്സ്. 27 വർഷം. അതായത് ഇപ്പൊ ഞാൻ ഒരു കൊലപാതകം ചെയ്യുന്നു, പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു, ഈ പറഞ്ഞ പോലെ കോടതി എന്നെ ശിക്ഷയ്ക്ക് വിധിച്ച് ഞാൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ ആരാണ്? പ്രിസണറാണ്, തടവുകാരൻ, സംശയമൊന്നുമില്ല. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് അതിനകത്ത് എന്താ പറയുക, ഇതൊക്കെ കേട്ടോ, സംവൺ കെപ്റ്റ് ബൈ ഫോഴ്സ് അഗെയിൻസ്റ്റ് ദെയർ വിൽ. ബന്ദി, അതായത് ഒരു യുദ്ധം നടക്കുകയാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു പടയാളിയാണ് ഞാനെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എതിർ രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നു, അതിലെ ഒരാളെ ഞാൻ ഇങ്ങ് കീഴടക്കിക്കൊണ്ട് വരുന്നു, അവനെ പിടിച്ചെങ്ങ് ബന്ദിയാക്കുന്നു. അയാൾ ക്യാപ്റ്റീവാണ്. ഓക്കെ ആണല്ലോ. അല്ലെ, ഞാൻ ഒരു തീവ്രവാദി, ഞാൻ ഈ പറഞ്ഞ മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ കയറി അവിടെയുള്ള ആൾക്കാരെല്ലാം അവിടെ പിടിച്ച് ഒരു മുറിയിട്ട് പൂട്ടി അവരെ ബന്ദിയാക്കുന്നു. അതെന്താണ്? അത് ക്യാപ്റ്റീവാണ്. മനസ്സിലായല്ലോ? അപ്പൊ പ്രിസണർ എന്ന് പറയുമ്പോഴത്തേക്ക് പേഴ്സൺ ലീഗലി കെപ്റ്റ് ഇൻ പ്രിസൺ, ലീഗലി, അതാണ് തടവുകാരൻ, പ്രിസണർ. എന്നാൽ ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ബന്ദി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അയാളുടെ അവകാശങ്ങൾ മൊത്തത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് റദ്ദാക്കി അയാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ അയാളെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയല്ലേ, അയാളാണ് ബന്ദി. മനസ്സിലായല്ലോ? അതാണ് പ്രിസണറും ക്യാപ്റ്റീവ്. ഫോർ ഡെക്കേഡ്സ്, കാലങ്ങളോളം, മെനി പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് വെർ ഹെൽഡ് ക്യാപ്റ്റീവ് ബൈ ഒപ്രസീവ് റിജൈംസ്. വർഷങ്ങളോളം ഒരുപാട് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളെ ഇതുപോലെ അടിച്ചമർത്തുന്ന ഭരണാധികാരികൾ ക്യാപ്റ്റീവ്സ് ആക്കി വെച്ചിട്ടുണ്ട്, ഇല്ലേ? എത്രയോ ഭരണാധികാരികൾ ഈ പറയുന്ന പോലെ അവിടെ വിപ്ലവം നടത്തുന്ന ആൾക്കാരെയൊക്കെ ക്യാപ്റ്റീവ്സ്, ബന്ദികളാക്കിയിട്ടുണ്ട്. സോ എവരി പ്രിസണർ ഇസ് ഡീറ്റെയിൻഡ് ബൈ ലോ. നിയമമാണ് ഒരു തടവുകാരനെ ഡീറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ ക്യാപ്റ്റീവ് മേ നോട്ട് ബി ഇംപ്രിസൺ ലീഗലി. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ലീഗലി ആവണമെന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു തീവ്രവാദി, ഞാൻ ഈ പറഞ്ഞൊരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് അവരെയൊക്കെ ബന്ദിയാക്കിയാൽ അവർ ക്യാപ്റ്റീവ്സ് ആണ്, പ്രിസണർ അല്ല. അടുത്തത് കറേജും ബ്രേവറിയും. ഇതും നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ്. കറേജും ബ്രേവറി രണ്ടും ധൈര്യം തന്നെയാണ്. നോക്കിയേ, കറേജ് എന്ന് പറഞ്ഞാൽ മെന്റൽ സ്ട്രെങ്ത് ടു ഫേസ് ഫിയർ, ധൈര്യം, അതായത് ഭയത്തിനെ ഫേസ് ചെയ്യാനുള്ള നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ആണ് ധൈര്യം, അതാണ് കറേജ്. നെൽസൺ മണ്ടേല ഷോഡ് ഗ്രേറ്റ് കറേജ് ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്. 27 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ 27 വർഷം കഴിഞ്ഞിറങ്ങി പോരാടാം എന്നുള്ള ധൈര്യമാണ് അദ്ദേഹത്തിനുള്ളത്. ധൈര്യം എന്താണ്? ഭയമില്ലാത്ത അവസ്ഥ. ഓക്കെ, ബ്രേവറി എന്താണെന്നറിയോ? ബ്രേവറി എന്ന് പറഞ്ഞാൽ അതും കണ്ടോളൂ, ഫിയർലെസ് ആക്ഷൻ ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഒരാൾ പെട്ടെന്ന് തട്ടി താഴെ വെള്ളത്തിലേക്ക് വീഴുന്നു. ഞാനൊരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്, ഞാനൊരു ഹൗസ് ബോട്ട് എടുത്ത് ഞാനൊരു സുഹൃത്തുക്കൾ മുക്കൊണ്ടിരിക്കുകയാണ്. ആ ഹൗസ് ബോട്ടിൽ നീ പറഞ്ഞ പെട്ടെന്ന് ഒരാൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴും. ഞാൻ പെട്ടെന്ന് ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ഞാൻ കാണിച്ച ധൈര്യം, അതാണ് ബ്രേവറി. ഇപ്പോൾ ബ്രേവറി അവാർഡുകൾ കൊടുക്കാറുണ്ട് പ്രസിഡന്റ്, ഇല്ലേ? ബ്രേവറി അവാർഡ്സ്. അത് ജനിച്ചന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ധൈര്യത്തിനല്ല കൊടുക്കുന്നത്, പെട്ടെന്ന് ആ ഒരു സ്പെർ ഓഫ് എ മൊമെന്റ്, ആ ഒരു നിമിഷത്തിൽ നമ്മൾ കാണിക്കുന്ന ധൈര്യത്തിനാണ് കൊടുക്കുന്നത്. സോ ഫിയർലെസ് ആക്ഷൻ, നമ്മുടെ ആ ഒരു ശൗര്യം, നമ്മുടെ ഒരു വീര്യം, ആ സമയത്ത് ഒരു പ്രത്യേക സമയത്ത് നമ്മൾ കാണിക്കുന്നത്, അതാണ് ബ്രേവറി എന്ന് പറയുന്നത്. രണ്ടും ധൈര്യം തന്നെ, പക്ഷെ സ്പെസിഫിക് ആയ മാറ്റം ഇതാണ്. മണ്ടേലാസ് ബ്രേവറി ഇൻസ്പയർഡ് മില്യൺസ് അറൌണ്ട് ദ വേൾഡ്. അപ്പൊ പല ഡേഞ്ചറസ് സിറ്റുവേഷൻസിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ബ്രേവറി ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തു. അപ്പൊ കറേജ് എന്ന് പറഞ്ഞാൽ ഇന്നർ സ്ട്രെങ്ത്, അല്ലേ? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ, അതെല്ലാം തരണം ചെയ്യാനുള്ള നമ്മുടെ ധൈര്യമാണ് കറേജ്, അല്ലെ? ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ 1 മാസത്തിനപ്പുറം ഒരു പ്രശ്നമുണ്ട്, അത് തരണം ചെയ്യാനുള്ള എൻ്റെ ധൈര്യമാണ് കറേജ്. ബ്രേവറി എന്ന് പറഞ്ഞാൽ എൻ്റെ ആ പ്രവൃത്തിയാണ്, പെട്ടെന്നുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ഞാൻ കാണിക്കുന്ന ആ ധൈര്യമാണ് ബ്രേവറി എന്ന് പറയുന്നത്. അടുത്തത് പീസും ഹാർമണിയും. ഇതും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാറുണ്ട്. പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം, ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓർ വയലൻസ്. പ്രശ്നങ്ങളില്ലാത്ത, വഴക്കുകളില്ലാത്ത, വയലൻസ് ഇല്ലാത്ത ഒരവസ്ഥ, സമാധാനം. നെൽസൺ മണ്ടേല വർക്ക്ഡ് ടയർലെസ്ലി ഫോർ പീസ്. നെൽസൺ മണ്ടേല രാപ്പകൽ അധ്വാനിച്ചത് സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പൊ ഹാർമണി എന്താണ്? ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യം അഥവാ സൗഹൃദമാണ്. മീൻസ് ഫ്രണ്ട്ലി ആൻഡ് കോപ്പറേറ്റീവ് റിലേഷൻഷിപ്സ്, എല്ലാ ആൾക്കാരും തമ്മിലുള്ള സൗഹൃദവും ഐക്യമാണ് ഹാർമണി. നെൽസൺ മണ്ടേല എൻകറേജ്ഡ് റേഷ്യൽ ഹാർമണി ആഫ്റ്റർ അപ്പാർത്തൈഡ്. അപ്പാർത്തൈഡിന് ശേഷം എല്ലാ വിഭാഗം ജനങ്ങളും ഈ പറഞ്ഞ പോലെ റേഷ്യൽ ഹാർമണിയിൽ, കറുത്തവരും വെളുത്തവരും എല്ലാവരും ഈ പറയുന്ന പോലെ ഒരുമിച്ച് ഐക്യത്തോടെയും സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. റിഫോമും റവല്യൂഷനും ഏറ്റവും എളുപ്പം ഇതാണ് റിഫോം. റിഫോം എന്ന് പറഞ്ഞാൽ പരിഷ്കാരമാണ്, ഇംപ്രൂവ്മെന്റ് ത്രൂ ഗ്രാജുവൽ ചേഞ്ച്. നമ്മൾ കൊണ്ടുവരുന്ന മാറ്റം, പരിഷ്കാരം, അതാണ് റിഫോം എന്ന് പറഞ്ഞത്. റവല്യൂഷൻ എന്നാണ് വിപ്ലവമാണ്. റവല്യൂഷൻ എന്നാണ് എ സഡൻ ആൻഡ് കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ചേഞ്ച്, വിപ്ലവം. റിഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യെ ഉണ്ടാവുന്ന ഗ്രാജുവൽ ആയിട്ട് വരുന്ന മാറ്റവും പരിഷ്കാരവുമാണ്
റിഫോം എന്ന് പറഞ്ഞാൽ, വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സമരം ആടി ഈരി എന്ന് പറഞ്ഞ് യുദ്ധം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതാണ് റവല്യൂഷൻ, വിപ്ലവം. മെനി ബിലീവ്ഡ് സൗത്ത് ആഫ്രിക്ക നീഡഡ് എ റവല്യൂഷൻ. ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചു സൗത്ത് ആഫ്രിക്കയ്ക്ക് വിപ്ലവം ആവശ്യമാണെന്ന്. ബട്ട് മണ്ടേല പ്രിഫേർഡ് ഡെമോക്രാറ്റിക് റിഫോം. ഒരു സെന്റൻസിൽ തന്നെ രണ്ട് കൊണ്ടുവന്നുണ്ടോ? ഒരുപാട് ആൾക്കാർ വിപ്ലവത്തിൽ വിശ്വസിച്ചു, പെട്ടെന്ന് ഇറങ്ങി പ്രവർത്തിച്ച് ബഹളം ഉണ്ടാക്കി അങ്ങനെ ഒരു സംഭവത്തിൽ വിശ്വസിച്ചു. എന്നാൽ മണ്ടേല വിശ്വസിച്ചത് ഡെമോക്രാറ്റിക്, ജനാധിപത്യപരമായ പരിഷ്കാരത്തിലാണ്. പേട്രിയോട്ടും നാഷണലിസ്റ്റും. പേട്രിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യസ്നേഹി, ദേശസ്നേഹി, സ്വന്തം രാജ്യത്തോട് ഭയങ്കര ഇഷ്ടമാണ്. എ പേഴ്സൺ ഹു ലവ്സ് ആൻഡ് സെർവ്സ് ദെയർ കൺട്രി. രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന, രാജ്യത്തെ സേവിക്കുന്ന ആള് പേട്രിയോട്ട്, രാജ്യസ്നേഹി അല്ലെങ്കിൽ ദേശസ്നേഹി. നെൽസൺ മണ്ടേല വാസ് എ ട്രൂ പേട്രിയോട്ട്. നെൽസൺ മണ്ടേല ഒരു രാജ്യസ്നേഹിയായിരുന്നു. നാഷണലിസ്റ്റ് എന്താണ് അപ്പോൾ? എ പേഴ്സൺ ഹു സ്ട്രോങ്ലി പ്രൊമോട്ട്സ് ദ ഇൻട്രസ്റ്റ് ഓർ ഇൻഡിപെൻഡൻസ് ഓഫ് എ നേഷൻ. തൻ്റെ രാജ്യമാണ് അയാൾക്ക് പ്രയോറിറ്റി, തൻ്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് വലുത്, തൻ്റെ രാജ്യമാണ് ഏറ്റവും മികച്ചത് എന്ന് വിചാരിക്കുന്ന ദേശീയവാദിയാണ് നാഷണലിസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടി പോരാടുന്ന ആളും നാഷണലിസ്റ്റാണ്. തൻ്റെ രാജ്യമാണ് ഏറ്റവും നല്ലത്, ആ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന ആള് നാഷണലിസ്റ്റും, തൻ്റെ രാജ്യത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ആള് പേട്രിയോട്ടും. ഓക്കെ, നെൽസൺ മണ്ടേല വാസ് എ നാഷണലിസ്റ്റ്. അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആയിരുന്നു. ഹു ഫോട്ട് അഗെയിൻസ്റ്റ് അപ്പാർത്തീഡ്. അപ്പാർത്തീഡിനെതിരെ പോരാടിയ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു ദേശീയവാദിയായിരുന്നു മണ്ടേല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പേട്രിയോട്ടും, എല്ലാ രാജ്യസ്നേഹികൾക്കും രാജ്യസ്നേഹമുണ്ട് ആണല്ലോ. പക്ഷേ നാഷണലിസ്റ്റ് സ്ട്രോങ്ലി എംഫസൈസസ് ദ നേഷൻസ് ഇൻട്രസ്റ്റ്. പക്ഷെ ഒരു ദേശീയവാദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് വലുത്. ഓഫൺ ഇൻ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ. സോ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്ന് റീകോൾ ചെയ്യാം. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ പറയുന്ന സ്വാതന്ത്ര്യം. ലിബർട്ടി എന്ന് പറഞ്ഞാൽ നിയമപരിരക്ഷയുള്ള ആ സ്വാതന്ത്ര്യം, നിയമപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ, അവർക്ക് നീതിപൂർവമായിട്ട് ഓരോരുത്തർക്ക് അനുസരിച്ചുള്ള ഈ പറഞ്ഞ ഫെയർ ട്രീറ്റ്മെന്റ്. ഓക്കെ, ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഫെയർനെസ്, നീതി. റിവെഞ്ച് പ്രതികാരമാണ്, റീറ്റാലിയേഷൻ. ഇപ്പൊ ഈ വാക്കുകളും പഠിച്ചു വെക്കുക കേട്ടോ, സിനോണിംസ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. ലീഡർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ആള്. റൂളർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഭരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. ബ്രേവറി എന്താണ്? ഫിയർലെസ് ആക്ഷൻ ആണ്. ഓക്കെ, എന്നാൽ പീസ്, കറേജ് ഇന്നർ സ്ട്രെങ്ത് ആണ്. ഓൾറെഡി പറഞ്ഞല്ലോ, കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യം. ബ്രേവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിയർലെസ് ആയിട്ടുള്ള, ഒട്ടും ഭയമില്ലാത്ത നമ്മുടെ പ്രവൃത്തിയാണ്. പീസ് എന്താണ്? കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത, വഴക്കില്ലാത്ത അവസ്ഥ, സമാധാനം. ഹാർമണി എന്താണ്? സഹകരണം, ഐക്യം, അതൊക്കെയാണ്. റിഫോം, പരിഷ്കാരം, ഗ്രാജുവൽ ആയിട്ട് വരുന്ന മാറ്റം. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വിപ്ലവം. ഫൊർഗിവ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഗോ ഓഫ് ആങ്കർ, ക്ഷമിക്കുക. ഫൊർഗെറ്റ് എന്നാണ്, ജസ്റ്റ് എക്സ്ട്രാ രണ്ട് വേർഡ്സ് കൂടെ ഞാൻ പറയുകയാണ്. ഫൊർഗിവ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, ഫൊർഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിൽ ടു റിമെമ്പർ, മറക്കുക, പൊറുക്കുക, മറക്കുക എന്ന് പറയുമല്ലോ. പേട്രിയോട്ട് രാജ്യസ്നേഹിയാണ്. നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ദേശീയവാദിയാണ് നാഷണലിസ്റ്റ്. സോ അപ്പൊ ഈ ഒരു നെൽസൺ മണ്ടേല ദിനത്തിൽ നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി, അപ്പൊ നമ്മൾ അദ്ദേഹത്തെ വായിക്കുമ്പോൾ ഒരുപാട് വാക്കുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കുറച്ച് വൊക്കാബുലറി പഠിക്കുക എന്നായിരുന്നു ഈ ഒരു ക്ലാസ്സിന്റെ ലക്ഷ്യം. സോ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചസ് ഇപ്പോൾ റണ്ണിംഗ് ആണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.